പണിക്കിന് പോയിട്ടില്ല. അല്ല മൂപ്പരെ പോയി കാണുമ്പോഴേ രാത്രി വെള്ളത്തിലും രാവിലെ പിന്നെ മൂപ്പരെ കാണൂല. അവിടെ പണിയുണ്ട് ഇവിടെ പണിയുണ്ട് രാത്രി വിളിച്ചു പറയും. അങ്ങനെ പോവുകയും ചെയ്യും. ഞാൻ രമണി ഇങ്ങനെ കണ്ടിങ്ങനെ ആസ്വദിക്കല്ലേ? രമണിനെ കാണേ? ഏത് മണി? പ്രകൃതി രമണി. ഞാൻ സാഹത്തിൽ ചേർത്ത് പറഞ്ഞല്ലേ? സാഹത്തി അറിയില്ല പുൽപ്പളങ്ങൾക്ക്. അല്ല നിങ്ങൾ പണി കഴിഞ്ഞു വരിക? കണ്ടിട്ട് തോന്നില്ല. അല്ല നിങ്ങൾ ഈ ബാഗ് കണ്ടപ്പോ കരുതി നിങ്ങൾ വലിയ ഉദ്യോഗം കഴിഞ്ഞു വരികയാണെന്ന്. കൂലിപ്പണിക്കാരെന്താ ബാഗ് എടുത്ത് പണിക്കാരെന്താ എന്താ കഴിച്ചു? കൊഴപ്പൊന്നുമില്ല. നമ്മളീ മറ്റേ ടെക്സ്റ്റൈൽസിന്റെ കവറ് വാങ്ങി ചുരുട്ടി കഷത്ത് വെച്ചിട്ട് ചീഞ്ഞ് വലിച്ച് നടക്കണം. അങ്ങനെ കാണും ചില ആൾക്കാർക്ക് അല്ലേ? അല്ല അത് പോട്ടെ. എത്ര ഇപ്പൊ കൂലി? 900, 950, 1000 ഉണ്ട്. 1000 ഒക്കെ ഉണ്ടോ? അല്ല നിങ്ങൾക്ക് പണിക്കാർ ആവശ്യമുണ്ടോ? പണിക്കാർ കിട്ടാനല്ലോ ഇപ്പൊ. വിലയും കൂടി മൂപ്പര് പറഞ്ഞിട്ടുള്ളൂ. എന്താ നിങ്ങൾക്ക് അറിയാലോ, ഒരാളൊറ്റക്ക് പണിയെടുത്താ കുടുംബം എന്റെ പെണ്ണുങ്ങൾ പണിക്കൊണ്ട് ചക്കനും കൂടി ഒരു പണിയിട്ടാല് ഒരു ഉപകാരം. ഇതാണ് ഉത്തരവാദിത്വം. നമ്മള് ചില ആൾക്കാര് നടു മുറിഞ്ഞ് മരിക്കോളം കഷ്ടപ്പെടും കുടുംബത്തിന് വേണ്ടിട്ട്. നോക്ക് മൂപ്പര് ഭാര്യ പണിക്കുകൊണ്ട് ചെക്കനോട് പണി അന്വേഷിക്കുന്നുണ്ട്. അത് ഉത്തരവാദിത്തമാണ്. എനിക്ക് പണിയൊന്നുമില്ല. എനിക്ക് അലർജി അല്ലേ? പണിക്ക് പോണ തന്നെ എനിക്ക് അലർജിയാ. അത് ശരി. പെണ്ണുങ്ങളെ പണിക്ക് പറഞ്ഞേക്കാണ് അല്ലേ? പിന്നെ മകനും അത് ഓരോ പണിട്ടാണെങ്കിൽ അതിന് ഭയങ്കര ഉപകാരം. ആയിക്കോട്ടെ, മകനെങ്കിൽ മകൻ പോട്ടെ. അലർജിയുടെ അസുഖം ഉണ്ടല്ലോ. അപ്പൊ ഈ ചെക്കപ്പ് എന്താ എവിടെ പണിക്കണത്? ഒരു പണിക്ക് പോവല്ല, പഠിക്കല്ലേ. എന്താ ബികോം കഴിഞ്ഞാൽ 9ാം ക്ലാസ്സിലാണ്. 9ാം ക്ലാസ്സാ? ആ, പരീക്ഷ കഴിഞ്ഞല്ലോ. ഇനി 2 മാസം ലീവല്ലേ, അപ്പൊ പണിക്കോലോ. ഈ 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിനെ പണിക്കൊണ്ടാണ്. അതിനെന്താ പൈസ കിട്ടൂലേ? നിങ്ങായ പൈസ കിട്ടിയാൽ മാത്രം മതിയോ? കുട്ടികൾ കളിച്ചേക്കേണ്ട പ്രായമാണ്, അതുപോലെ പഠിക്കേണ്ട സമയമാണ്. ആ സമയത്ത് കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പഠിപ്പിക്കുക. കുട്ടികളെ കയ്യിൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവസാനം അറിയോ എന്താണ് അവസ്ഥ? കുട്ടികളെ കയ്യിൽ പൈസ കിട്ടി തുടങ്ങിയാൽ അവർ ഏതൊക്കെ റൂട്ടിലെ പോവാന്ന് പറയാൻ പറ്റില്ല. ഈ കേൾക്കണല്ലോ ഇപ്പൊ മയക്കുമരുന്നും മറ്റേ ഓരോ പ്രശ്നങ്ങളും. 5 വാർത്ത ഉണ്ടെങ്കിൽ 4 വാർത്തയും ഈ ലഹരിനെ കുറിച്ചും. തന്തനെ വെട്ടിക്കൊന്നു, തള്ളനെ വെട്ടിക്കൊന്നു, കുടുംബത്തിലെ എല്ലാരും വെട്ടിക്കൊന്നു. ഇതൊക്കെ എന്താ കാരണം? കുട്ടികൾക്ക് അമിതമായിട്ട് പൈസ കയ്യിൽ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. മനസ്സിലായോ? എന്നിട്ട് ഈ 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിനെയാണോ പണിക്കാരെ പറഞ്ഞ? ഒന്നാമത് അവർക്ക് കുടുംബം നോക്കാനുള്ള പ്രാപ്തിയോ അതിന്റെ ഉത്തരവാദിത്വ ബോധമൊന്നും ഇല്ല. അവർക്ക് കുറച്ച് അധ്വാനിക്കുക, കുറച്ച് പൈസ കിട്ടുക. ഈ പൈസ ഈയൊക്കെയാണ് നമ്മളൊക്കെയാണ് എന്ത് ചെയ്യും, അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും. പൈസ ഈ കുട്ടിയൊക്കെ ചെയ്യാനുള്ള പ്രാപ്തി ആയിട്ടില്ലല്ലോ. അപ്പൊ കുട്ടികൾ എന്താകും, ഓരോ കാര്യങ്ങൾ കണ്ടിട്ടും ഓരോ കാര്യങ്ങൾ ചെന്ന് പെട്ടിട്ടും അതോടുകൂടി അങ്ങനെ ഒരു ആളുകൾ ഇങ്ങനെ നോക്കി നടക്കുക ഏത് കുട്ടിന്റെ കയ്യിലാണ് കുറച്ച് പൈസ വരുന്നത്, എന്നിട്ട് അതിനാണ് ചാക്കിട്ട് പിടിക്കാണ്. മനസ്സിലുണ്ടോ? അല്ല, നിങ്ങൾ ഈ പറഞ്ഞതിന്റെ സീരിയസ്നെസ് ഇപ്പഴാ മനസ്സിലായി. മനസ്സിലായല്ലോ, അത് മതി. അതുകൊണ്ട് എന്റെ കുട്ടിയെ ഞാൻ പണിക്ക് വിടില്ല, പഠിക്കാനാണ് വിടുന്നത്. ഞാൻ നാളെ നിങ്ങളെ കൂടെ പഠിക്കാന്നല്ലോ. ആയിക്കോട്ടെ, നല്ല തീരുമാനം. എന്താ അതല്ല തീരുമാനം? അതെ. നാളെ തന്നെ പോരി. ഒന്നല്ലേ നാളെ തന്നെ ഞാൻ 900 അല്ലേ 950 തരാം, എന്നാലും വേണ്ടില്ല. ഇത് നന്നായി കണ്ടാൽ മതി. കാരണം നമ്മുടെ നാട്ടില് ഇതുപോലെ നടക്കുന്ന ഈ മയക്കുമരുന്ന് സംഘത്തിനെതിരെയും മയക്കുമരുന്ന് ലോബിക്കെതിരെയും കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനെതിരെയൊക്കെ ഒരുപാട് സംഘടനകളും വായനശാലകളും ക്ലബ്ബുകളും ഒക്കെ ഒരുപാട് അവയർനെസ്സും ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് പറ്റുമ്പോൾ നമ്മളിങ്ങനെ പണിയെടുത്ത് ജീവിക്കാന്നല്ല, നമുക്ക് അതിന്റെ ഭാഗം എന്താ കുഴപ്പം? നമ്മളൊക്കെ ചിന്തിക്കണം എന്താ പറയുക, നമ്മളെ വീട്ടിൽ ഈ പ്രശ്നമില്ലല്ലോ, നമ്മളെ കുട്ടിയാൾക്ക് ഈ പ്രശ്നമില്ലല്ലോ. അപ്പൊ നമ്മൾ എന്തിനാ ഇതിന്റെ കൂടെ ഒക്കെ കൂടണെന്ന് വിചാരിച്ച് നമ്മളെ അതായത് ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാന്നുള്ള ചെയ്തിട്ടുണ്ടോ? അതുപോലെ നമ്മളെ കുട്ടിയൊക്കെ വന്നു നോക്കണം, അപ്പോഴാണ് തിരിച്ചറിയുള്ളൂ. മദ്യം മയക്കുമരുന്ന് കേൾക്കണ എനിക്ക് പേടിയാ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണുള്ളത്. കാരണം ഇപ്പൊ പല രീതിയിലുള്ള മയക്കുമരുന്ന് കിട്ടുന്നുണ്ടല്ലോ. അതെ, സിന്തറ്റിക് കേട്ടില്ലേ? എന്തൊക്കെയാ പറഞ്ഞത്? സിന്തറ്റിക്. അതല്ല, ഈ പെൺകുട്ടികൾ ഈ മദ്യം മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കണുണ്ടല്ലോ. അതൊക്കെ എന്താ കുട്ടി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ മക്കളെ ആ റൂട്ടിലേക്ക് തള്ളിവിടാതെ നോക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികൾ പഠിക്കണം. കുട്ടികൾ പഠിക്കല്ല, കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. അല്ലെങ്കിൽ കുട്ടികൾ നമ്മളെ പാഠം പഠിപ്പിക്കും.